ഒരു കരാത്തെ അധ്യാപകനാണ് സഞ്ജയ്. നമസ്കാരം സഞ്ജയ്. യെസ്, അപ്പൊ വെൽക്കം ടു യൂത്തോപ്യ. ഓക്കെ, എൻ്റെ പേര് എനിക്കറിയുന്നത് സഞ്ജയ്. പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു നാട്ടുമ്പുറത്തുകാരനാണ്, തൃശ്ശൂരുകാരനല്ല. ഞാനൊരു നാട്ടുമ്പുറത്ത് ഒറ്റപ്പാലം അമ്പലപ്പാറ മേലൂർ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ വളർന്നതാണ് ഞാൻ. ചെറിയ ഗ്രാമം വെച്ചാൽ രണ്ട് മലകൾക്കിടയിലൊരു വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ചെറിയൊരു ഗ്രാമമാണ് എൻ്റെ. നാട്ടുമ്പുറത്തെ ആൾക്കാർ, നാട്ടുമ്പുറത്തെ ശീലം, അതെല്ലാം തന്നെയായിരുന്നു എൻ്റെയും. പിന്നെ അവിടെ നിന്ന് ഞാനൊരു ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ എൻ്റെ കരാത്തെ, എൻ്റെ പാഷൻ. അതിനെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരെ എത്തിയത് എന്ന് എനിക്ക് പറയാനുള്ളത്. എത്ര വർഷമായി കരാത്തേല്? കരാത്തേഷ് ഞാൻ ഏകദേശം ഒരു 17 വർഷത്തോളം. എൻ്റെ അമ്മ, അപ്പൊ എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കരാത്തെ അഭ്യാസം തുടങ്ങിയതാണ്. സ്കൂളിൽ വെച്ച് തുടങ്ങി. ആദ്യം ഒരു കൗതുകത്തോടു കൂടി തുടങ്ങിയതാണ്. പിന്നീട് എനിക്കത് എന്താണെന്നറിയില്ല, എൻ്റെ ജീവനായി മാറി എന്ന് തന്നെ പറയാം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിനോട് ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടമായി, എൻ്റെ പാഷനായി തന്നെ മാറിയത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാനൊരു ഗ്രാമപ്രദേശത്തായിരുന്നു ജനിച്ചത്. പക്ഷെ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ സ്ഥലം, എൻ്റെ ഡോജോ മീൻസ് ക്ലാസ് എന്നാണ് അർത്ഥം, ഏകദേശം 17 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ സ്കൂൾ വിട്ട് ഞാനൊരു +1 +2 ഒക്കെ ആയപ്പോൾ ഞാനൊരു ഗ്രീൻ ബെൽറ്റ് ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ ക്ലാസ്സിൽ പോയി പഠിക്കണമായിരുന്നു. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മാറി കുറച്ച് ദൂരത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പോൾ 17 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ബസ് കയറി അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് പോയി ഒറ്റപ്പാലത്ത് പോയി പഠിച്ച് രാത്രി ഒരു 9 മണിയാവും തിരിച്ചെത്തുമ്പോൾ. ഗ്രാമപ്രദേശമാണ്, ഒന്നുമില്ല, ഒരു കാടാണ് ശരിക്കും പറയാം. 2 മല പറഞ്ഞത്. അപ്പോൾ കാടാണ്, ആ കാടിനുള്ളിലൂടെ പോകണം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. അന്നാ ചെറുപ്പത്തിൽ പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. 2 സൈഡും മരങ്ങളൊക്കെ വളർന്ന് ഫുള്ളൊരു കാടായിരുന്നു. അത് പോകാൻ തന്നെ പേടി. രാത്രി ആരും ഇറങ്ങില്ല ആ വഴി. പിന്നെ എല്ലാ സ്പോർട്സ്മാനും വരുന്ന പോലെ തന്നെ ക്യാഷിൻ്റെ പ്രശ്നം. നമുക്ക് കരാത്തേക്ക് വീട്ടിൽ നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒറ്റ വിൽ പവറിലാണ് ഞാനിത് പോയി പഠിച്ച് ഇങ്ങനെ വന്നത്. എനിക്ക് ഇടുന്ന ചില്ലറ പൈസയൊക്കെ ഞാൻ കൂട്ടി വെച്ച് അങ്ങനെ ബസ് കാശും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പഠിച്ചു. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ എന്താ, ഞാൻ കുറച്ച് പഠിത്തത്തിൽ ഉഴപ്പനായിരുന്നു, സത്യം ഉഴപ്പനായിരുന്നു. പക്ഷേ എനിക്ക് കരാട്ടേനോടും കൂടുതൽ താല്പര്യമായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഞാൻ കരാത്തേക്ക് ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനെല്ലാം മറികടന്ന് വന്നു ഞാൻ ഇങ്ങോട്ട്. ഇപ്പം എന്തായി വീട്ടുകാരുടെ ഒരു സ്റ്റാൻഡ്? ഇപ്പോൾ വീട്ടുകാർക്ക് താല്പര്യമായി. കാരണം ഞാൻ എന്താ പ്രൂവ് ചെയ്തു. ഞാൻ ഇതിലൂടെ പ്രൂവ് ചെയ്തു. എനിക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് ക്യാഷ് ലഭിക്കാൻ തുടങ്ങി. നമ്മളൊരു മാസ്റ്റർ ലെവലിലേക്ക് ഉയർന്നു. അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് ഫീസുകൾ ലഭിക്കാൻ തുടങ്ങി, അംഗീകാരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെല്ലാം വന്നപ്പോൾ വീട്ടുകാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പം തൃശ്ശൂരാണ് ശരിക്കും പറഞ്ഞ കർമ്മമേഖല അല്ലേ? യെസ്, തൃശ്ശൂരാണ് എൻ്റെ കർമ്മമേഖല വരുന്നത്. എവിടെയൊക്കെയാണ് ക്ലാസ്സസ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് മെയിൻ ക്ലാസ്, നമ്മുടെ മെയിൻ ഹെഡ് ക്വാർട്ടർ ഡോജോ എന്ന് പറയുന്നത് ഇവിടെ കുറുക്കഞ്ചേരിയാണ് വരുന്നത്, വെള്ളിയാരക്കിലാണ് വരുന്നത്. പിന്നെ ഒരു ക്ലാസ് വരുന്നത് ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ ഭാഗത്താണ്. പിന്നെ ഒരു ക്ലാസ് വരുന്നത് നെടുപുഴ ആണ് വരുന്നത്. പിന്നെ ഒരുപാട് സ്കൂളിൽ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ തന്നെ സെൻറ് തോമസ് സ്കൂൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, കരാത്തയ്ക്ക് വേണ്ടി മാത്രമേ ജീവിക്കുള്ളൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ. പക്ഷേ എനിക്ക് ഇടയിൽ വെച്ച് അതൊന്നും ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു അമ്മയുടെ ഫാമിലീസ് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ഗവൺമെൻറ് ജോബിലേക്ക് പോകുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പോൾ ഞാനും അതിലേക്ക് ഇടയിലൊന്നും തിരിയേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 3-5 വർഷത്തോളം തിരിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള യാത്രയായിരുന്നു കുറേ കാലം. ആ സമയത്ത് ഞാൻ കരാത്തെ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. കരാത്തേൻ്റെ കൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ മാസ്റ്റർ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഞാൻ വെച്ച റൂള്, ഡെയിലി പ്രാക്ടീസ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡെയിലി വർക്കൗട്ട് മാത്രമായി. രാവിലെ കൃത്യസമയത്ത് വർക്കൗട്ട് ചെയ്യും, രാവിലെ നേരത്തെ എനിക്ക് വർക്കൗട്ട് ചെയ്യും. കാരണം ഞങ്ങൾ പഠിത്ത ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് ഞാൻ ബുക്കിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ 12 മണി, ചിലപ്പോൾ 2 മണി, 3 മണി വരെയൊക്കെ എൻ്റെ പഠിത്തം നീണ്ടുപോയിട്ടുണ്ട്. 4 മണി വരെയൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു പഠിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ രാവിലെ എണീച്ച് വർക്കൗട്ടിന് പോകും. ഞാൻ വർക്കൗട്ട് ഒരിക്കലും ആ സമയത്ത് മുടക്കിയിട്ടേ ഇല്ല. കരാത്തെ ഞാൻ ഒരിക്കലും ലൈഫിൽ മുടക്കിയിട്ടേ ഇല്ല ഇതുവരെ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റൂൾ. ഞാൻ പഠിപ്പിക്കുന്ന മിക്ക കൂട്ടരും, ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ 3 വയസ്സ് മുതൽ ഇപ്പോൾ രാജേട്ടൻ അടക്കം 65 വയസ്സുള്ള ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ ചെറിയ ആൾക്കാർക്ക് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ വലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് പറഞ്ഞാൽ വലതോട്ടും, ലെഫ്റ്റ് പറഞ്ഞാൽ റൈറ്റും, അങ്ങനെയാണ് കുട്ടികളുണ്ടാവും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ശരിക്കും എൻ്റെ ക്ലാസ് പറഞ്ഞാൽ ചെറിയൊരു അംഗനവാടി പോലെയാണ്. ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട്, അങ്ങനെയുള്ള കുട്ടികളാണ് മുഴുവൻ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം പറഞ്ഞ് മനസ്സിലാക്കി ഇരുന്ന് അവർ കൂടെ ഇരുത്തി പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എന്നാൽ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും.
അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ അതിലും കുറേ ആൾക്കാരുണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ സമയമെടുത്ത് മെല്ലെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. അതാണ് പേഷ്യൻസ് നല്ല വേണം. ടീച്ചർ എന്നൊരു ജോബ് ആണെങ്കിൽ അതിന് പേഷ്യൻസ് നല്ല വേണം. മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വേണ്ട ഒരു ജോബ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ അത്രയധികം പേഷ്യൻസ് നമുക്ക് വേണം. അവരുടെ അടുത്ത് ചൂടാവാനേ പാടില്ല. ചൂടായിട്ട് നമുക്ക് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കൊന്നും മനസ്സിലാവില്ല എന്തിനാണ് അവർ വിചാരിക്കുക, എന്തിനാണ് എൻ്റെ ടീച്ചർ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നാണ് അവർ വിചാരിക്കത്തുള്ളൂ. അവർക്കൊന്നും അവർ ചെയ്തെന്താന്ന് പോലും അവർക്ക് മനസ്സിലാവും. അവരുടെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നേ വേണം. ഭയങ്കര രസമായിരിക്കില്ല ക്ലാസ്സുകൾ. എങ്ങനെ ഇവരെ എഴുത്തുക ഒരു ഭാഗത്ത്. നമ്മൾ കൂടുതലും അവരെ ഫോക്കസ് ചെയ്യുന്നത് ഈ കരാത്തെ മാത്രമല്ല, നമ്മൾ അവരെ കൂടുതലും ഗെയിംസിലൂടെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കുന്നത്. അത് ഗെയിംസായിട്ട് അവർക്ക് തോന്നും വേണം, എന്നാൽ അതൊരു വർക്കൗട്ട് ആയിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൂടുതലും അങ്ങനെയുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. കരാത്തയുടെ ഫസ്റ്റ് ബേസിക് റൂൾ എന്ന് പറയുന്നത് തന്നെ ഡിസിപ്ലിനും റെസ്പെക്റ്റുമാണ്. നമ്മുടെ കൂടുതൽ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നാണ് ഫസ്റ്റ് തന്നെ ടീച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യം. സെക്കൻഡ് ടീച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ഡിസിപ്ലിൻ. ഏറ്റവും കൂടുതലും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏത് സ്പോർട്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് കരാത്തെ മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്നത് കരാത്തയിൽ മാത്രമാണ്. നമ്മുടെ സഹപാഠിനായാലും ശരി, മാസ്റ്ററിനായാലും പാരൻസിനായാലും ശരി, ആരെയും ഫസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഡിസിപ്ലിൻ അതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ് തന്നെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഡിസിപ്ലിൻ റൊട്ടീനിൽ പോയാൽ മാത്രമേ എല്ലാവർക്കും എത്താൻ പറ്റത്തുള്ളൂ. എനിക്ക് സത്യം പറച്ച എനിക്ക് ടാലന്റ് എന്ന് പറഞ്ഞ കരാത്തെ തന്നെയാണ്. വേറെ ടാലന്റ് എന്ന് പറയണമെങ്കിൽ ഇല്ല, വരയ്ക്കുക, പാടുക, അങ്ങനത്തെ. ഞാനൊരു പാർക്കറിങ് ചെയ്യാറുണ്ട്. പാർക്കറിങ് എന്ന് വെച്ചാൽ നമ്മുടെ ആദി അറിയില്ലേ, മറ്റേ നമ്മുടെ മോഹൻലാലിന്റെ സൺ ആദി, അവര് ചെയ്യുന്നൊരു ആക്ടിവിറ്റീസ് കണ്ടില്ല. മാർഷൽ ആർട്സ് അല്ലാതെ പാർക്കറിങ് പറയും. അതായത് ഫ്ലിപ്പുകളാണ് കൂടുതൽ. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ബോഡി വെച്ചിട്ടുള്ള എല്ലാം. എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഒരു അഡ്വഞ്ചർ ആണ്. ബേസിക്കായിട്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് വാട്ടറാണ്. അതെല്ലാവരും ആദ്യം ശ്രദ്ധിക്കണം. നമുക്ക് ഡെയിലി 3 ലിറ്റർ വാട്ടറാണ് ബോഡി. അത് ഡെയിലി എല്ലാവരും കുടിക്കുക. എന്നാൽ ഫസ്റ്റ് പറയാനുള്ള സംഭവം, ആരും തന്നെ വെള്ളം കുടിക്കാറില്ല. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഓട്ടം കാരണം ഞാൻ വെള്ളം കൂടി അത്യാവശ്യം കുറഞ്ഞായിരുന്നു. അപ്പം തന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ നല്ല പ്രോബ്ലം വന്നു. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിടന്നുറങ്ങുക എന്ന് മാത്രമുള്ള അതിനുള്ളൊരു പ്രതിവിധി. അപ്പോൾ അതെനിക്ക് വെള്ളം കുടിക്കാതെ വന്നൊരു പ്രോബ്ലമായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രോബ്ലം വെള്ളം കുടിക്കാതെ വരും. പിന്നെ നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ വലിയ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഫൈബർ ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ ഉൾപ്പെടുത്തണം നിങ്ങൾ ഫുഡ്. അതുപോലെ തന്നെ നോൺ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തേണ്ടതെന്നല്ല, അത് നമ്മൾ കഴിക്കണം. പക്ഷെ അത് മാത്രമായി പോയാലും പ്രശ്നമാണ്. പ്രോട്ടീൻ ഫുഡുകൾ, ഉദാഹരണത്തിന് ചെറുപയർ ഐറ്റംസ്, കടല ഇങ്ങനത്തെ കൂടുതലും കഴിക്കുക. ഡിന്നറിൽ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ഫുഡുകൾ കഴിക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും. ഡിന്നർ കഴിച്ച് വേഗം തന്നെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ സാധാരണ ഒരു ഫുഡ് ഡൈജസ്റ്റ് ആയി വരാനായിട്ട് ഏകദേശം 3 മണിക്കൂറോളം ടൈം എടുക്കും. അതിനുള്ളിൽ നമ്മൾ കടന്നുറങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡുകൾ രാത്രി കഴിക്കുക എന്നാണ് പറയാനുള്ളത്. ഇതാണ് മെയിൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ എനിക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ശരിക്കും ഫുഡിൻ്റെ. ഇത് മൊത്തം പറഞ്ഞത് ആരും കേൾക്കത്തുമില്ല, ആരും ശ്രദ്ധിക്കത്തുമില്ല. അതാണ് ഞാൻ ഇത്ര സിമ്പിളായി പറഞ്ഞത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഞാൻ പറയുന്ന ഫുഡുകൾ നിങ്ങൾ രാവിലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ ആരും എടുത്ത് കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉച്ചയ്ക്ക് അതേപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക. കൂടുതൽ ഞാൻ പറയുന്നത് വെജിറ്റബിൾ ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് ഉപയോഗിക്കുക. അതാണ് പറയാനുള്ളത്. പിന്നെ ഡിന്നറിലായാലും ശരി ലൈറ്റ് ഫുഡുകൾ കഴിക്കുക. ഡിന്നറിൽ ലൈറ്റ് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുള്ള കുട്ടികളിൽ, ഇപ്പോഴത്തെ കുട്ടികളിൽ എന്താണ് അവരിൽ മാറ്റം മാത്രമല്ല നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ലഹരി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം ഇപ്പോൾ ലോകത്ത് ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കഞ്ചാവും മയക്കുമരുന്നും എല്ലാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം ലോകത്തെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് തന്നെ അതിൽ പെട്ടുപോയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും വരച്ചൊരു ആക്ടിവിറ്റി ഇല്ലാത്തൊരു പ്രശ്നമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ എല്ലാ കുട്ടികളും മൊബൈൽ ഫോണിലും ഒക്കെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ലോകമുണ്ട്. നമ്മൾ കാണുന്നതെന്ന് പറയുന്നൊരു മൊബൈൽ ഫോൺ കാണുന്നതെന്ന് പറയുന്നൊരു 1% ലോകമുള്ളൂ. അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോകമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് അറിയാം, ഡാർക്ക് വെബ് പോലുള്ള ഐറ്റംസ് തന്നെ. നമ്മൾ ഗണ്ണ് ഓർഡർ ചെയ്താൽ പോലും നമ്മുടെ വീട്ടിൽ ഗണ്ണ് വന്നെത്തും. അതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് മൊബൈലിൽ കളിക്കുന്നത്. നമ്മൾ പാരൻസ് കുറേ ആൾക്കാർ അഭിമാനിക്കുന്നുണ്ട്, എൻ്റെ മോൻ എന്നെക്കാളും നന്നായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അവർ ലോകം അറിഞ്ഞ് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ വിട്ട് താഴോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും. ആ സമയത്ത് അവന് ഈ ലോകം ഒന്നും അറിയില്ലെങ്കിൽ അവൻ പൂജ്യമാണ്. അപ്പോൾ അതൊരു പാരൻസ് എല്ലാവരും മനസ്സിലാക്കണം. മൊബൈൽ ഫോൺ വേണ്ട എന്നല്ല പറയുന്നത്, എന്നാൽ വേണം.
എന്നാൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആരും വീടിന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പറയുകയാണെങ്കിൽ പാടത്ത് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്. നമുക്ക് വേറെ ലോകമില്ല, ആ സമയത്ത് വേറെ ലോകമില്ല, ഇവർ തന്നെയായിരുന്നു ഞങ്ങളുടെ ലോകം. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ഇതന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും മൊബൈൽ ഫോണിൽ നേരെ സ്കൂളിൽ വരുന്നു, ഫോൺ എടുക്കുന്നു, വേറൊരു ലോകത്ത്. അവർ വേറെ ഒരു ലോകത്താണ്, അവരേത് മാത്രമായിട്ടുള്ള ലോകത്താണ്. അപ്പം അതിന്ന് ഒരുപാട് മാറണം എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ലഹരി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഞ്ചാവ് എന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സിമ്പിളായി കിട്ടുന്നൊരു വസ്തുവായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്നത്. അത് പോലീസിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പോലീസൊക്കെ പിടിക്കുന്നത് ജസ്റ്റ് ഒരു 1% മാത്രമേ ഉള്ളൂ. അവരും കൂടെ അത്രേ പറ്റത്തുള്ളൂ. അതിപ്പോൾ ലോകത്തിലെ മുഴുവൻ പോലീസുകാരെ ഇറങ്ങിയാലും അത്രയൊക്കെ തന്നെ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അത് അവരെ കുഴപ്പമല്ല. ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തകൾ മാറ്റേണ്ട സമയമായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ട എന്ന് പറയേണ്ട സമയമായി കഴിഞ്ഞു. അതിനുള്ള എല്ലാത്തിനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു സ്പോർട്സാണ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതിലേക്ക് വന്നാൽ തന്നെ അവരത് മാറ്റിക്കോളും എന്നൊക്കെ. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്രോൺസ് മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നാഷണൽ റെഫറി കൂടിയാണ്. ഞാൻ കരാത്തെ നാഷണൽ റെഫറി ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ടീച്ചർ ഉദ്യോഗം തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അതൊരു നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. എനിക്ക് എവിടെ നിന്ന് അത്ര റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് എല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയാനുള്ളത്. ഒന്നും അറിയാത്ത ഒരാൾ പോലും അവന് 2 വർഷം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് അത്രയും വലിയ മഹത്തായ ഒരു കാര്യമാണ്. അതാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ആ കുട്ടി അവനെ ഒരു ദൈവത്തെ പോലെ കാണുന്നത്, അതാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തായാലും എനിക്ക് യൂത്തിനോട് പറയാനുള്ളത്, നമ്മൾ ലോകം അറിഞ്ഞ് പഠിക്കണം. ശരിക്കും നമ്മുടെ നാട്ടിൻപുറം അല്ല ഒരിക്കലും ലോകം. നമ്മൾ പുറത്തേക്ക് വന്നാലേ നമുക്ക് ലോകത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് വരിക. ഒരു ചെറിയൊരു നാട്ടിൻപുറത്ത് ഉണ്ടായിരുന്ന ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഓരോരുത്തരും നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഒരു ഏജ് കഴിഞ്ഞാൽ വിട്ടുപോകും. പിന്നെ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ പാഷൻ നിങ്ങൾ വളർത്തുക, അത് മാത്രം മതി. നമുക്ക് പഠിച്ച് ഒരു ജോലി കിട്ടി ഒരു 10,000 രൂപ, നമ്മുടെ കേരളത്തിലായി നമുക്ക് 10,000 രൂപയെ നമുക്ക് ജോലി കിട്ടുന്നുള്ളൂ. ഞാനും വർക്കിന് പോയിട്ടുള്ള ആളാണ്, പല ജോലികൾക്കും പോയിട്ടുള്ള ആളാണ്. നമുക്ക് മാസം ഒരു 10,000 അല്ലെങ്കിൽ 12,000, 15,000 വരെ ചിലപ്പോൾ കിട്ടും. അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. അതിന് കുറേ ലോണുകൾ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, കുറേ ചിലവുകൾ നമുക്ക് വരും. അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക, അതിലൊരു വിജയം കണ്ടെത്തുക, സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്. അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം. ടൺ കണക്കിന് ഫൺ.